ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാം ടാസ്ക് ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവിൽ നടക്കും. ഈ ടാസ്കിന്റെ പേരാട്ടോ പറക്കും തളിക. ബിഗ് ബോസ് ഇതെന്ത് പറ്റി? ഇപ്പോൾ ഈ ഓരോ ടാസ്കിനും വ്യത്യസ്ത പേരിടുന്ന ബിഗ് ബോസ് ഇപ്പം എന്താ എല്ലാ ടാസ്കിനും ഓരോ പേരിടുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിന്റെ പേരും പറക്കും തളിക അങ്ങനെ എന്തോ ആയിരുന്നില്ലേ? ഈ ആഴ്ചയിലെ ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാം ഘട്ടത്തിലെ ടാസ്കിന് പറക്കും തളിക എന്നാണ് കേട്ടോ പേരിട്ടിരിക്കുന്നത്. പക്ഷേ ഇതാണ് പറക്കും തളിക. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കറങ്ങി കറങ്ങി കിളി പോകുന്ന രീതിയിലുള്ളൊരു ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് പറക്കും തളിക ടാസ്ക് നടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിലാണ്. ആക്ടിവിറ്റി ഏരിയയിൽ 3 സ്റ്റാൻഡുകളോ അതിന് മുകളിലായിട്ട് ഒരു പ്രതലം ഉണ്ടാവും. അത് അൺസ്ക്രൂ ചെയ്യുക എന്നതാണ് ടാസ്ക് എന്ന് മാത്രമല്ല, അത് ആദ്യഘട്ടം മാത്രമാണ്. അത് കഴിഞ്ഞ് അടുത്ത ടേബിളിലേക്ക് പോയി തൊട്ടടുത്തുള്ള പസിൽസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക എന്നതാണ് ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണെന്നൊക്കെ തോന്നും. പക്ഷെ ഇവർക്ക് അൺസ്ക്രൂ ചെയ്യാൻ ഇങ്ങനെ കറങ്ങി 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 ചെയ്യുമ്പോൾ തന്നെ പകുതി റിലേ പോകും. ഇന്നലെ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ 1.5 മണിക്കൂർ നിന്നപ്പോൾ തന്നെ അതിൽ തലയിറങ്ങി വീണു. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരുമ്പോഴേക്കും പാട് പോകും. പിന്നെ ഇതെല്ലാം ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിൻ്റെ വിന്നറെ അല്ലെങ്കിൽ അതിൻ്റെ സ്കോർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര സമയത്തിനുള്ളിൽ, ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അത് ബിഗ് ബോസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ബിഗ് ബോസ് ലാസ്റ്റ് ചോദിക്കുന്നത്, പോയിന്റ് അറിയണ്ടേ എന്നുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ആര്യൻ പലപ്പോഴും കൈവിട്ടിട്ടുണ്ട്. ബിഗ് ബോസ് എന്താ ആ സമയത്ത് ഉറങ്ങിപ്പോയോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മത്സരിക്കുന്നവർ പറയണം കൈവിട്ടു അല്ലെങ്കിൽ അവൻ ഫെയിലായി, ബിഗ് ബോസ് നോക്കൂന്ന് അവർ പറയണം. എങ്കിൽ മാത്രമേ ബിഗ് ബോസ് അത് ചെക്ക് ചെയ്തിട്ട് പറയുള്ളൂ. ഇന്നലത്തെ ടാസ്കിൽ സാബുമാനും ആര്യനും തമ്മിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ആര്യൻ ആദ്യമേ കൈവിടുന്നത്, അനുമോള് മയക്കൂരാൻ വരുന്ന സമയത്ത്. പക്ഷെ അത് സാബുമാനാണെങ്കിലും അനു ആണെങ്കിലും 1-2 തവണ പറഞ്ഞു എന്നല്ലാതെ ഒരുപാട് തവണ പറഞ്ഞില്ല. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ അനുമോള് നിൽക്കുന്നത് കറക്റ്റ് ആയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര നേരമാണ് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇറിറ്റേറ്റ് ചെയ്ത് വരുമ്പോൾ ബിഗ് ബോസ് റെസ്പോണ്ട് ചെയ്യും. ഇന്നലെ ബിഗ് ബോസ് റെസ്പോണ്ട് ചെയ്തു. ലൈവിൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ ബിഗ് ബോസ് അത് റിയാക്ട് ചെയ്യത്തുള്ളൂ. അത് ഈ മത്സരാർത്ഥികളുടെ പ്രശ്നമാണെന്ന് ഞാൻ പറയുള്ളൂ. സാബുമാനാണെങ്കിൽ 1-2 തവണ പറഞ്ഞിട്ട് നിർത്തിക്കളഞ്ഞു. സാബുമാനാണ് ഒപ്പം മത്സരിക്കുന്നത്. ബിഗ് ബോസെ ആര് നേരത്തെ തന്നെ കൈവിട്ടു, എന്താണ് ആരിന് മാത്രം ഇത്ര പരിഗണനയൊക്കെ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സാബുമാൻ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാമായിരുന്നു. എങ്കിൽ മാത്രമേ ബിഗ് ബോസ് അതിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുള്ളൂ. സാബുമാൻ മിണ്ടാതിരുന്ന് 1-2 തവണ പറഞ്ഞു കൈവിട്ടു, എന്താണിത് കൈവിട്ടു എന്ന് മാത്രം പറഞ്ഞാൽ ബിഗ് ബോസ് ഇത് മൈൻഡ് ചെയ്യൂല. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ടാസ്കിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ സീസണിൽ ആരും തന്നെ ബിഗ് ബോസിനോട് പറയുന്നില്ല. ബിഗ് ബോസിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ബിഗ് ബോസ് അത് ക്യാമറയൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ പറയുള്ളൂ. എന്നാൽ എവിടെയെങ്കിലൊക്കെ ആരിനോടൊരു ഫേവറേഷൻ കാണിക്കും. നമുക്ക് നോക്കാം ഇന്നത്തെ ടാസ്കിൽ എന്താകും. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.